എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ, മുഖക്കുരു കൊണ്ട് കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ ഒരു കാലത്ത് കുറേ അധികം ബുദ്ധിമുട്ടിയ ഒരാളായിരുന്നു. ബുദ്ധിമുട്ട് പറഞ്ഞാൽ അതായത് ചിലപ്പോൾ ചില വീട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഉണ്ടാവും, ഇവൻ്റെ മോറ് ഇങ്ങനെ, ഇവൻ ആ ഡോക്ടറെ കാണിച്ചില്ലേ, ഇവൻ ഈ ഡോക്ടറെ കാണിച്ചില്ലേ. ചിലപ്പോൾ നമ്മൾ കാണിക്കാത്ത ഡോക്ടർ ഈ ദുനിയാവിൽ വേറെ ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞാൽ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ച്, അതായത് ചില ഡോക്ടേഴ്സിൻ്റെ ഫീസ് 400 ഉണ്ടാവുള്ളൂ, പക്ഷേ മരുന്നിന് വില 5000 6000 അങ്ങനത്തെ ഡോക്ടേഴ്സ് ഉണ്ട്. മരുന്ന് വില എല്ലാ ഡോക്ടേഴ്സും നമ്മളെ ഈ നാട്ടിലുണ്ടല്ലോ. ഞാൻ അതിൽ എല്ലാ ഡോക്ടേഴ്സും കാണിച്ചിട്ട് എൻ്റെ മുഖക്കുരു മാറില്ല എന്നല്ല, മാറും, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ മാറും, പിന്നെയും പൊന്തും. എൻ്റെ കാര്യത്തിൽ എനിക്കൊരു മരുന്നും എനിക്കൊരു ഉപകാരപ്പെട്ടിട്ടില്ല. കുറേ പൈസ പോയി എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്കാണ്. അതായത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണത്തോളം നിങ്ങൾക്ക് മുഖക്കുരു കുറയാനുള്ള സാധ്യത വളരെ കൂടും, ഷുവറാണ്. അതായത് നിങ്ങൾക്ക് മുഖക്കുരു മാറാണ്, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക, കുറവുണ്ട് എന്ന്, അല്ലെങ്കിൽ മാറി, അങ്ങനെ എന്തെങ്കിലും തംസപ്പ് എന്തെങ്കിലുമൊക്കെ ഇടുക. ഉറപ്പാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഇത് നിരാശപ്പെടുത്തില്ല. അതായത് എൻ്റെ സ്വന്തം ലൈഫാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ആക്കണത്. അതായത് ഞാൻ എൻ്റെ 8, 9, 10 ക്ലാസ്സിൽ മാസ്ക് ഇട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതായത് മുഖക്കുരുണ്ടായിട്ട്, അതായത് ക്ലാസ്സിനൊക്കെ ചിലപ്പം അന്ന് കൊറോണ ഉണ്ടായിരുന്നു, പക്ഷേ അത് പറഞ്ഞാണ് കൊറോണ ഉണ്ടായത് അത് ആരും കണ്ടില്ല. പക്ഷെ മാസ്ക് ഇട്ട് കണ്ട് കുറേ പോകും സ്കൂൾക്ക്. അതായത് മുഖക്കുരു ആരും കാണാതിരിക്കാൻ. അതായത് ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ചാൽ, രാവിലെയും വൈകുന്നേരത്തെ വെയിൽ, സൺലൈറ്റ്, ഫസ്റ്റ് സൺലൈറ്റ്, അതായത് രാവിലത്തെ ഫസ്റ്റത്തെ സൺ ഉണ്ടാവില്ല, അതായത് അത്ര ചൂടൊന്നും ഇല്ലാത്തൊരു പ്രകാശപൂരിതമായിട്ടുള്ളൊരു ഇതുണ്ടാവില്ല, അതും രാവിലത്തതും വൈകുന്നേരത്തെ ലാസ്റ്റത്തെ വെയിലും നല്ല ചേർക്ക് കൊള്ളുക. അത് കൊണ്ടാൽ തന്നെ ഒരുവിധം മുഖത്തുള്ള ഒരുവിധം ഇതൊക്കെ മാറാൻ സാധ്യത ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, പില്ലോ കവർ, തണുക്കണി കവർ നമ്മൾ ശരിക്കും മാറ്റാം. അതായത് തണുക്കണി കവർ ചിലപ്പം ഒരു കുറച്ചായിട്ട് മാറ്റാത്ത അതേമാതിരി കെടുക്കുന്ന കുറേ വീടുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരാഴ്ച കൂടുമ്പോൾ എന്തായാലും നിങ്ങൾ തണുക്കണി കവർ വാഷ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നല്ല ഫേസ് വാഷ്. നിങ്ങൾ ചില ആൾക്കാർ പറഞ്ഞ കേട്ടാൽ ആ ഫേസ് വാഷ് നല്ലതാണ്, ഈ ഫേസ് വാഷ് നല്ലതാണ്. അങ്ങനെയല്ല, ഓരോ ആൾക്കാരുടെ സ്കിന്നും ഡിഫറൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള ഫേസ് വാഷാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഫേസ് വാഷ് മാക്സിമം നല്ല ബ്രാൻഡിൻ്റെ തന്നെ യൂസ് ചെയ്യുക. അതായത് കുറേ ഫേക്ക് ഫേസ് വാഷ് നമ്മളെ ഈ ചുറ്റുപാടുണ്ട്, അതിലൊന്നും പോയി തല വെക്കാതിരിക്കുക. വെറുതെ നമ്മളെ മുഖമാണ് നല്ലഞ്ചേർക്ക് നല്ല ഫേസ് വാഷ്, നല്ല മാർക്കറ്റിൽ അല്ല, കുറേ ആൾക്കാർ റിവ്യൂ നിങ്ങൾ നോക്കി, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് അതൊക്കെ അന്വേഷിച്ച് നല്ലൊരു ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ഓയിൽ ഫുഡ് നല്ല കഴിക്കണ ആളാണ് ഞാൻ. അതായത് എൻ്റെ ഉപ്പ എന്താ വെച്ചാൽ കുറേ എൻ്റെ ഉപ്പാക്ക് കുറേ കൂൾ ബാറിൽ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വീട്ടിൽ വരുമ്പോൾ ആ ഓണേഴ്സ് എന്ത് ചെയ്യും, ഈ ബാക്കി വരുന്നുണ്ടാവുമല്ലോ ഈ പൊരിക്കടയാളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് എനിക്ക് അത് രാത്രി ഇങ്ങനെ TV ഇടുക, അത് ഇരുന്ന് തിന്നല എൻ്റെ പണി. പക്ഷെ അങ്ങനെയൊന്നും തിന്നാൻ പാടില്ല, അങ്ങനെ തിന്നാൽ ഒരിക്കലും നമ്മളെ മുഖക്കുരു മാറൂല. അപ്പോൾ ഒരുവിധം അങ്ങനത്തതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഹാൻഡ് ഒന്ന് വാഷ് ചെയ്യുക. അതായത് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഹാൻഡ് വാഷ് ഇട്ടൊന്ന് കൈ വാഷ് ചെയ്യുക. അങ്ങനെ വാഷ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ കൈമുണ്ടാവണ ഒരുവിധം അഴുക്കുകളൊക്കെ ഒന്ന് പോയി കിട്ടും. അതായത് നമ്മളെ പോലും അറിയാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂത്ത് ഇങ്ങനെ കൊണ്ടുപോകും. അത് നമുക്കൊരു പോയാലും ഒരുവിധം ഒഴിവാക്കാൻ പറ്റും. പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മളെ മൊബൈൽ ഫോൺ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് തോത്തി കൊടുക്കുക. അങ്ങനെ തോത്തുന്നതിലൂടെ നിങ്ങൾക്ക് നമ്മൾ മൊബൈൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് നല്ല വെള്ളം കുടിക്കുക. അതായത് ഓരോ 25 kg 1 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ 20 kg 1 ലിറ്റർ വെള്ളം ഒരു ദിവസം എന്തായാലും കുടിക്കണം. അപ്പോൾ നിങ്ങൾ എത്ര കിലോ ആണോ അതിനനുസരിച്ച് നിങ്ങളെ ബോഡി വെയ്റ്റിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു റിലീഫ് നമ്മളുണ്ടാവും. പിന്നെ 8 മണിക്കൂർ പ്രോപ്പറായിട്ട് ഉറങ്ങുക. അതായത് മാക്സിമം 8 മണിക്കൂർ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുക. പിന്നെ സ്ട്രെസ്സൊന്നും അധികം എടുക്കാതിരിക്കുക. അതായത് വെറുതെ ടെൻഷൻ എടുക്കാതിരിക്കുക. ഒരു ഇതൊക്കെ നമ്മൾ ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. തണുത്ത വെള്ളം കൊണ്ട്, അതായത് തണുത്ത വെള്ളമില്ലേ, നല്ല വെയിലുള്ള സമയം, ചൂടുള്ള സമയം, നമ്മൾ ഭയങ്കര ഹീറ്റാവുന്ന സമയമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളമായിട്ട് കഴുകുക, മുഖം വാഷ് ചെയ്യുക. അത് ഒരിക്കലും ഐസും കട്ട വെക്കരുത്. ഞാനൊക്കെ ഫസ്റ്റ്ക്ക് ഐസും കട്ട വെച്ചിരുന്നു. കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ ഐസും കട്ട വെച്ചാൽ മുഖത്തിന് നല്ലതാണ്, റിലീഫാണ്. പക്ഷേ അത് നമ്മളെ മുഖത്തിന് നേരെ വിപരീതമായിട്ടാണ് ബാധിക്കുക. അതുകൊണ്ട് തണുത്ത വെള്ളം മാത്രം നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യുക, അതായത് കഴുകുക. അതും അധിക നേരം ഇങ്ങനെ മുക്കി വെക്കൽ അങ്ങനെയല്ല. ഒരു വാട്ടർ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ വെള്ളം എടുത്തുകൊണ്ട് മുഖം വാഷ് ചെയ്യുക.
വാഷ് ചെയ്യുക. ഒന്ന് കൂളാവോളം വാഷ് ചെയ്യും. അധിക സമയമൊന്നും വാഷ് ചെയ്യാൻ പാടില്ല. ഒന്ന് കൂളാവോളം വാഷ് ചെയ്താൽ മതി. പിന്നെ താരനുണ്ടോ, നമ്മളെ തലയിൽ താരനുണ്ടോ എന്ന് നോക്കുക. താരനുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല ഷാമ്പു വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ മുടി കൊയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് തലയിലെ താരന് കളയും. ഞാൻ യൂസ് ചെയ്തിരുന്നത് താളിയാണ്. അതായത് ഷാമ്പു ഒക്കെ യൂസ് ചെയ്താൽ മുടി, ഞാൻ യൂസ് ചെയ്തിരുന്നു ഷാമ്പു, പക്ഷേ എത്ര വലിയ ഷാമ്പു ആണെങ്കിലും മുടി എന്തായാലും കൊയ്യും. അത് എന്താ അറിയില്ല, അതാണ് അതിൻ്റെ ഒരു അൽഗോരിതം. അതുകൊണ്ട് നിങ്ങൾ ഷാമ്പുവിന് പകരം താളി പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും നാടൻ ഐറ്റംസ് തലയിൽ പ്രയോഗിക്കണം ഏറ്റവും നല്ലത്. തലയിൽ എങ്ങനെ പോയാലും എത്ര വലിയ ബ്രാൻഡ് എടുത്താലും മുടി കൊയ്യും. അതുകൊണ്ട് നാടൻ സാധനങ്ങൾ മാത്രം തലയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കുറേ ഡോക്ടർമാർ അങ്ങനെയൊക്കെ കാണിച്ചണോലുണ്ടാവും, പക്ഷെ കാണിക്കണ്ടെന്നല്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുവിധം എല്ലാ ഡോക്ടർമാരെയും കാണിച്ചിരിക്കുന്നു. ചില ഡോക്ടേഴ്സിന് കുറേ പൈസ പോയിക്കണ്. അതുകൊണ്ട് ഒരുവിധം ആദ്യം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതിമ നിങ്ങൾക്ക് ചെറിയ റിസൾട്ട് എങ്കിൽ എന്തായാലും ഉണ്ടാവും, ഷുവറാണ്. ഫേസ് വാഷ് ഇട്ട് മുഖം കേൾക്കുമ്പോൾ അധികം കണ്ട് ചിലവിലുണ്ട് നല്ല റബ്ബ് ചെയ്ത് വാഷ് ചെയ്യണം. അങ്ങനെ ഒരിക്കലും വാഷ് ചെയ്യരുത്. അങ്ങനെ വാഷ് ചെയ്താൽ അതും നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിക്കാരം സംഭവിക്കൽ. നമ്മൾ ജസ്റ്റ് ഒന്ന് തേക്കുക, എന്നിട്ടൊന്ന് വാഷ് ചെയ്യുക. അതായത് വേറെ റബ്ബ് ചെയ്ത് ചിലവർ നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടേക്കാരം. ചിലപ്പോൾ അപ്പോൾ ഒരു ഗ്ലോ കിട്ടും, പിന്നെ അത് നമുക്ക് തന്നെ ഡൾ സ്കിൻ ആവാനും അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കുക. പിന്നെ മുഖക്കുരു പൊട്ടിക്കാതിരിക്കുക. അതായത് മുഖക്കുരു പൊട്ടിക്കണ കുറേ ആൾക്കാരുണ്ട്. അതായത് ഞാനും പൊട്ടിച്ചിരുന്ന ഒരാളാണ്. അതായത് മുഖക്കുരു അപ്പോൾ പൊട്ടിക്കുമ്പോൾ രസം ഉണ്ടാവും, പിന്നെ മുഖക്കുരു കുറയാണ്ട് വരുമ്പോൾ ആ രസമാണ്ട് പോയി കിട്ടും നമുക്ക്. അതുകൊണ്ട് മുഖക്കുരു പൊട്ടിക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ.